ദുബൈയിൽ ജോലി നോക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ദുബൈയിലേക്ക് ജോലി നോക്കി വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ദുബൈയിൽ വരാൻ പ്ലാൻ ചെയ്യുന്നവർ എന്താണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഞാനൊരു 1 ഇയർ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നമുക്ക് ദുബൈയിൽ വന്നിട്ട് എങ്ങനെ ജോലി നോക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഇയറിന് മുന്നേ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് റീസെന്റ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പം കാണുന്നവർ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ദുബൈയിലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു റീസെന്റ് വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. ഒരുപാട് പുതിയ പുതിയ അപ്ഡേറ്റ്സും റൂൾസും ഒക്കെ ഡെയിലി ഇവിടെ ഉണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മളും അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഞാൻ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഫ്രഷേഴ്സായിട്ട് ദുബൈയിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണേലും ഫ്രഷേഴ്സ് ഇവിടെ ജോലി നോക്കാൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കുറച്ച് കാര്യങ്ങൾ, അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ദുബൈയിൽ ജോലി നോക്കി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ പാസ്പോർട്ട് വേണം. അത് പിന്നെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ. പിന്നെ നമുക്ക് വേണ്ട മെയിൻ കാര്യമാണ് വിസ എന്ന് പറയുന്നത്. വിസ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഇപ്പം റീസെൻ്റ്ലി UAE ഒരുപാട് ടൈപ്സ് ഓഫ് വിസാസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏത് ടൈപ്പ് ഓഫ് വിസയിൽ വരണം എന്നുള്ളത് എല്ലാവർക്കും കൺഫ്യൂഷനുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിസ ആദ്യം ഞാൻ പറയാം. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ആദ്യത്തെ ടൈപ്പ് ഓഫ് വിസ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് വിസ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വിസിറ്റ് വിസ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ വിസിറ്റ് വിസ ഇതിന് മുന്നേ 3 months ആയിരുന്നു. ഇപ്പം അത് 1 monthും 2 monthsum ആണ് കേട്ടോ. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. 1 month വേണോ 2 month വേണോ എന്നുള്ളത് നോക്കുക. എന്താണെന്നുണ്ടെങ്കിലും ഒരു 1 month കൊണ്ട് നമുക്ക് ജോലി ആക്കാം എന്നുള്ളൊരു പ്ലാനിൽ വരണ്ട. പക്ഷെ കിട്ടിയവരും ഉണ്ട് കേട്ടോ. വന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ജോലി കിട്ടിയ ആൾക്കാരും ഉണ്ട്. ഡിപ്പെൻസ്. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഒരു 2 months എടുക്കുന്നത് തന്നെയാണ് ബെറ്റർ. സെക്കൻഡ് ടൈപ്പ് ഓഫ് വിസ ആണ് ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത്. UAE ഗവൺമെന്റ് റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വിസയാണ് കേട്ടോ. അപ്പം UAE ഗവൺമെന്റ് പറയുന്നത് നമ്മൾ ജോലി നോക്കി UAE വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോബ് സീക്കർ വിസ എടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഒക്കെ എക്സ്ട്രാ ഉള്ളത് കൊണ്ട് തന്നെ ആരും അങ്ങനെ എടുക്കാറില്ല. എല്ലാവരും ചെയ്യുന്നത് തന്നെ ടൂറിസ്റ്റ് വിസ തന്നെ. നമ്മൾ നേരത്തെ വന്നുകൊണ്ടിരുന്നത് പോലെ തന്നെ ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം കുറച്ച് ഡോക്യുമെന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് എല്ലാവരും ടൂറിസ്റ്റ് വിസ തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നത്. ടൂറിസ്റ്റ് വിസ നമുക്ക് എടുക്കാൻ വളരെ ഈസിയാണ്. പക്ഷേ ജോബ് സീക്കർ വിസ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അഡീഷണൽ റിക്വയർമെന്റ്സും ഡോക്യുമെന്റേഷൻസും ഉള്ളത് കൊണ്ട് തന്നെ അത് അത്ര ഈസി അല്ല നമുക്ക് കിട്ടാനായിട്ട്. അപ്പൊ ഈ ജോബ് സീക്കർ വിസ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാവരും ടൂറിസ്റ്റ് വിസ തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ ടൂറിസ്റ്റ് വിസ എടുത്തു എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസ ആണ് ഈസി എങ്കിൽ ടൂറിസ്റ്റ് വിസ തന്നെ എടുക്കുക കേട്ടോ. അപ്പൊ ഈ ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത് 1 month ഉണ്ട്, 2 month ഉണ്ട്, 3 month ഉണ്ട്. അപ്പം അത് ഡിപ്പെൻസ് നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് വരുന്ന വിസ കാറ്റഗറിയാണ് ലോങ് ടേം വെർച്വൽ വിസ. അതായത് സെൽഫ് സ്പോൺസർഷിപ്പിൽ നമുക്ക് വരാൻ പറ്റും. അതെന്ന് പറയുന്നത് ഒരു 1 year വിസ ആകും. നമുക്ക് ഇവിടെ ഒരു റെസിഡന്റ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ടോ, വിസ, എമിറേറ്റ്സ് ID ഇതെല്ലാം ഉണ്ടാകും. അപ്പം ഈ ഒരു സെൽഫ് സ്പോൺസർഷിപ്പിൽ നമ്മളെ തന്നെ സ്പോൺസർഷിപ്പ് ചെയ്തിട്ട് ഉള്ള ഒരു വിസ ആണ് എന്ന് പറയുന്നത്. അപ്പം ചിലവർ ഫ്രീലാൻസ് വിസ എന്നൊക്കെ പറയും. പിന്നെ വിസിറ്റ് വിസ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഈസിയാണ് നമുക്ക് കിട്ടാനായിട്ട്. ലോങ് ടേം വെർച്വൽ വിസ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന്റെ റിക്വയർമെന്റ്സ്, പിന്നെ ഡെപ്പോസിറ്റ്സ്, അതിന്റെ റൂൾസ് ഒക്കെ എപ്പോഴും മാറി വരും. അപ്പം ഇതിന്റെ റൂൾസും റെഗുലേഷൻസും പിന്നെ അതുപോലെ തന്നെ അതിന്റെ റിക്വയർമെന്റ്സും ഒക്കെ എപ്പോഴും മാറി വരും. നമ്മുടെ ടൂറിസ്റ്റ് വിസ മാതിരിയല്ല. അപ്പം ഇപ്പോഴത്തെ ഒരു റീസെന്റ് അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഈ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം ചിലപ്പോൾ കുറച്ച് ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ റൂൾസിൽ വരുമായിരിക്കും. പിന്നെ ഈ ഒരു ലോങ് ടേം വെർച്വൽ വിസയ്ക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 lakh അടുത്തിട്ട് വരും കേട്ടോ. അതായത് അതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു 1 year വിസ ഉണ്ടാവും. എപ്പം വേണമെന്നുണ്ടെങ്കിലും എൻട്രി എക്സിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ അതുപോലെ തന്നെ ഒരു വിസ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു എമിറേറ്റ്സ് ID ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, ഒരു അപ്പാർട്ട്മെന്റ് എടുക്കണം. അപ്പോൾ അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. പിന്നെ വരുന്നത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ആണ്. കുറേ പേര് മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു കാര്യവും കൂടിയാണ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനിൽ. അപ്പോൾ ഇവിടെ UAE നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ജോബിലേക്ക് വിസ അടിക്കണമെന്നുണ്ടെങ്കിൽ ബാച്ചിലർ ഡിഗ്രി, അതായത് MPA, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BBA MPA. ഓക്കെ, BBA എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ആൻഡ് MBA എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ്. അപ്പോൾ മാസ്റ്റേഴ്സിന്റെ ഡിഗ്രി നമ്മൾ അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾവേസ് നമ്മൾ ബാച്ചിലർ ഡിഗ്രി ഏതാണോ
അത് മാത്രം അറ്റസ്റ്റ് ചെയ്താൽ മതി. വിസയ്ക്ക് അത് മാത്രമേ അക്സെപ്റ്റബിൾ ആകത്തുള്ളൂ. നമ്മുടെ MPA അല്ലെന്നുണ്ടെങ്കിലും നമ്മുടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അവർ അക്സെപ്റ്റ് ചെയ്യൂല. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അറ്റസ്റ്റേഷൻസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചിലവരുണ്ട് നാട്ടിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്തിട്ട് വരും, അപ്പം കംപ്ലീറ്റ് ആയി, അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു അസംഷനിൽ ഇവിടെ വരും. പിന്നെ വിസ അടിക്കാനായിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും വേണ്ട ഇവിടുത്തെ മോഫ് അറ്റസ്റ്റേഷൻ ചെയ്തിട്ടില്ല. അപ്പം എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ കൺട്രി ഓഫ് ഒറിജിൻ, അതായത് നമ്മൾ സർട്ടിഫിക്കറ്റ് എവിടുന്നാണോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അവിടുത്തെ അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മുടെ ദുബൈയുടെ മോഫ, അതായത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ അറ്റസ്റ്റേഷനും നിർബന്ധമാണ്. അപ്പം ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പം ചിലവർ നാട്ടിൽ നിന്ന് ആ ഒരു മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. നാട്ടിൽ അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് ഇവിടെ വരും, ദെൻ ഇവിടെ വന്നിട്ട് മോഫ ചെയ്യില്ല. അപ്പം നാട്ടിൽ നിന്ന് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ഇൻ കേസ് ഇപ്പം നിങ്ങൾ വിസിറ്റ് വിസയിലൊക്കെ വന്നു, ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാം. ഒരു 7 വർക്കിംഗ് ഡേയ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് മോഫ അറ്റസ്റ്റേഷൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ലാസ്റ്റിലേക്ക് വെക്കാതിരിക്കുക. കാരണം നമ്മൾ വിസ പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വിചാരിക്കുക അയ്യോ ഇത് ഞാൻ മോഫ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് വിസിറ്റ് വിസ തീരാറായിട്ടുണ്ടാകും. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട വരും. പിന്നെ കോസ്റ്റ് ഇഷ്യൂസ്, അപ്പം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഓൾവേസ് നമ്മൾ അറ്റസ്റ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും 2 അറ്റസ്റ്റേഷൻ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ വന്ന ഉടനെ തന്നെ അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ജോബുകളിലേക്കും ഇപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണ്, അതായത് സ്കിൽഡ് ആയിട്ടുള്ളത്. അൺസ്കിൽഡ് കാറ്റഗറിയിലേക്ക് വിസ അടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാച്ചിലർ ഡിഗ്രി ഇല്ല, പക്ഷെ അവർ ആ റെഗുലേഷൻസ് ഒക്കെ സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റീസെന്റ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മണി, അതായത് നമ്മൾ നേരത്തെ വിസിറ്റ് വിസ എടുത്ത് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളുടെ കയ്യിൽ കാശൊന്നും നമ്മൾ കരുതണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇപ്പോൾ ഒരു റീസെന്റ് അപ്ഡേറ്റ് ഉണ്ട്. അപ്പം നാട്ടിൽ നിന്നും ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്നും ചോദിക്കുന്നുണ്ട്. ഒരു 3000 ദിർഹംസ്, അതായത് നാട്ടിൽ ഒരു 60,000 to 70,000 റുപ്പീസ് നമ്മൾ കയ്യിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 50,000 to 60,000 ദിർഹംസ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. ചിലപ്പോൾ നാട്ടിലെ എയർപോർട്ടിൽ നിന്ന് ചോദിക്കും, അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചയക്കുന്ന കേസുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ UAE വന്നിട്ട് ചോദിച്ചിട്ട് നമുക്ക് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ തിരിച്ചയച്ച കേസുകളും ഉണ്ട്. അപ്പം ഓൾവേസ് ഇപ്പോഴത്തെ ഒരു റീസെന്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 3000 ഒന്നെങ്കിൽ നമുക്ക് കയ്യിൽ ഒരു 3000 ദിർഹംസ് ആയിട്ട് നമുക്ക് കയ്യിൽ കരുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ നാട്ടിലെ അക്കൗണ്ടിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ കാണിച്ചാൽ മതി. അപ്പം അത് ഇപ്പോൾ ഒരു റീസെന്റ് അപ്ഡേറ്റ് ആണ്. ചിലപ്പോൾ ഈ ഒരു റൂൾ മാറാം കേട്ടോ, എമൗണ്ട് വൈസും മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പം കറന്റ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ 3000 ദിർഹംസ് ആണ് അവർ പറയുന്നത്. ഇങ്ങനത്തെ റൂൾസും കാര്യങ്ങളും ഒക്കെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ UAE പോലത്തെ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കും അത്യാവശ്യം ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ അതിൽ പെട്ടു പോകത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാശില്ലാതെ നമ്മൾ UAE പെടില്ല എന്നുള്ള ഒരു നമ്മൾ അവർ എൻഷുർ ചെയ്യുകയാണ്. അതായത് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്ക് ഓക്കെ നമ്മുടെ കയ്യിൽ കാശുണ്ട് ഇവിടെ ജീവിക്കാനായിട്ടുള്ളതെന്ന് ഒരു എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് UAE ഗവൺമെന്റ് ഇങ്ങനെ ഒരു റൂള് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാശുണ്ടാവും. അപ്പോൾ എപ്പോഴും ഇൻ കേസ് നമ്മൾ ഫോർസി ചെയ്യാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ കാശ് നമുക്ക് ഉപകാരപ്പെടുമല്ലോ. തന്നെ വിസിറ്റ് വിസ എടുത്ത് വരുന്നവർ നമ്മളുടെ റിട്ടേൺ ടിക്കറ്റ് കാണിക്കണം. അതായത് നമ്മൾ വിസിറ്റ് വിസ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മാൻഡേറ്ററി ആയിട്ട് ഇപ്പം നമുക്ക് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ പറയുന്ന 3000 ദിർഹംസ് ക്യാരി ചെയ്യുക, 3000 ഇന്ത്യൻ റുപ്പീസ് ബാലൻസ് കാണിക്കുക ആണ് കേട്ടോ. അതായത് നമ്മൾ ഇങ്ങോട്ട് വിസിറ്റ് വിസയിൽ വന്നു, തിരിച്ച് നമ്മൾ പോകും എന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ടാണ് റിട്ടേൺ ടിക്കറ്റ് അവർ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അക്കോമഡേഷൻ ആണ്, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കസിൻസോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ പ്രശ്നമില്ല, അവരുടെ കൂട്ടത്തിൽ നിൽക്കാം. അപ്പോൾ ഇല്ല, ഇൻ കേസ് നിങ്ങൾക്ക് അക്കോമഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കോമഡേഷൻ ഉണ്ട്. നമുക്ക് ആദ്യം വരുന്നത് ബെഡ് സ്പേസ് ആണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ഏരിയാസ്, റേറ്റ് ഡിഫറൻസ് വരും. പിന്നെ കുറച്ച് പൈസയിൽ വന്നിട്ട് നിങ്ങൾ ജോലി നോക്കാനാണെന്നുണ്ടെങ്കിൽ ബെഡ് സ്പേസ് ഓക്കെയാണ്. പിന്നെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെറിയ പാർട്ടീഷൻ പോലത്തെ ഉള്ളതൊക്കെ കിട്ടും. അത് ഒരു 1200 1500 ഒക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പൊക്കെയാണ് ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടാൻ പറ്റിയ അക്കോമഡേഷൻസ്. അപ്പം ഇൻ കേസ് നിങ്ങൾക്കിപ്പം നിങ്ങൾ വരുന്നതിന് മുന്നേ അക്കോമഡേഷനും കാര്യങ്ങളും ഒക്കെ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് ഫേസ്ബുക്കിൽ. സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ആദ്യം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വരുമ്പോൾ ഒരു 2 ഡേയ്സിലേക്ക് വല്ലതും ഹോട്ടൽ ബുക്കിങ്സ്, ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങൾ, അപ്പം അങ്ങനെ 2 ദിവസത്തേക്ക് ഹോട്ടൽ ബുക്കിങ്സ് നമുക്ക് എടുക്കാം. ദെൻ നമുക്ക് ഒന്ന് ഇറങ്ങി തപ്പിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് അക്കോമഡേഷൻ കിട്ടും. പിന്നെ അക്കോമഡേഷൻ നമ്മൾ
തിരഞ്ഞെടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മെട്രോയ്ക്ക് അരികെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പിന്നെ റെന്റ് നമ്മൾ ലാഭിക്കാൻ വേണ്ടി ഒരുപാട് ഉള്ളായത്തിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇന്റർവ്യൂ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, മെയിൻലി ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് മെട്രോ, അതുപോലെ ദുബൈയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെട്രോ ഉണ്ട്, പിന്നെ ബസ്സും ഉണ്ട്, പിന്നെ ബാക്കിയുള്ള എമിറേറ്റിലൊക്കെ ബസ്സാണ് കൂടുതലും വരുന്നത്. അപ്പം മെട്രോയും ബസ്സും ആണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കാറ്. പിന്നെ ടാക്സി കുറച്ച് എക്സ്പെൻസീവ് ആണ്, നമ്മളുടെ കയ്യിൽ നിൽക്കത്തില്ല കോസ്റ്റ്. അപ്പം ഓൾവേസ് നമ്മൾ മെട്രോ തന്നെ യൂസ് ചെയ്യുക. അപ്പം നോൾ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് ഉണ്ട്, അത് ടോപ്പ് അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ബസ് ആണെന്നുണ്ടെങ്കിലും മെട്രോ ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്നത്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് ആ നോൾ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നത്. എല്ലാവരും പറയും ഇവിടെ UAE വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ദുബായ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട. ആക്ച്വലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദുബൈയിൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കണം, നമ്മൾ ഇപ്പം ഇവിടെ വർക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം ഒരു ദിവസം ഫ്രഷർ ആയിരുന്നു. അവർ സ്ട്രഗിൾ ചെയ്ത് അവർ ജോലി കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് അവർ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വന്നത്. അപ്പം നമുക്കും പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെ ഇറങ്ങുക. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അസംഷൻ എടുക്കാതെ അങ്ങ് ഇറങ്ങി തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താകും, നമ്മൾ എത്തേണ്ടിടത്ത് എത്തും, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ശ്രമിച്ചു എന്നുള്ള ഒരു ഇത് വരുമല്ലോ. ഇൻ കേസ് നമ്മൾ മനസ്സിൽ വെച്ചോണ്ടിരിക്കുക, ഇതിപ്പം എന്താകുമെന്ന് അറിയില്ല, ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക, നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല, ചിലപ്പോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ലതായിരിക്കും വരിക. അപ്പം അങ്ങനെ വിചാരിക്കാതിരിക്കുക. പിന്നെ ഇൻ കേസ് ഇപ്പം ട്രൈ ചെയ്തു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ ട്രൈ ചെയ്തു, നമ്മുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തല്ലോ. അപ്പം അങ്ങനെ വിചാരിക്കുക കേട്ടോ. പിന്നെ എല്ലാം ഡിപ്പെൻസ് ആണ്. ചില ആൾക്കാർ 2 months വിസിറ്റ് വിസ ഒക്കെ എടുത്തിട്ട് ഇവിടെ വന്ന് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ജോലി കിട്ടിയവരെ എനിക്കറിയാം. ചിലപ്പോൾ 2 months എടുത്തവർ. ഇപ്പം ഇൻ കേസ് ഇപ്പം എൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് 9 months കഴിഞ്ഞിട്ടാണ് എനിക്ക് ജോലിയായത്. അപ്പം അത്രയും നമ്മൾ 9 months നമ്മൾ സ്ട്രഗിൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പം സ്ട്രഗിളും കാര്യങ്ങളും എല്ലാം വരും. പക്ഷേ നമ്മൾ ഒരു ജോലിയിൽ എങ്ങനെയും ഒക്കെ നമ്മൾ ചാടി കയറി ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പം ആദ്യമേ ഫ്രഷറായിട്ട് വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് കയറുക, പിടിച്ച് പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്.